കാസർഗോഡ് പള്ളിക്കര സ്വദേശിയായ 22കാരൻ അബ്ദുൽ അഹാദിനെ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിയും സംഘവും ഒടുവിൽ തുടരുന്നു. ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഖാദർ കരിപ്പൊടി ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വധശ്രമത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വധശ്രമത്തിനിരയായ പള്ളിക്കര സ്വദേശി അബ്ദുൽ അഹാദ് നിലവിൽ കാസർഗോഡ് സഹകരണ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഖാദറും ഒപ്പമുണ്ടായിരുന്ന സംഘവും ചേർന്ന് അഹാദിനെ അതിക്രൂരമായി വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പ്രതികൾക്കായി കാസർഗോഡ് ടൗൺ പോലീസ് വലവിരിച്ചത്. എന്നാൽ തങ്ങൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത വിവരം മുൻകൂട്ടി അറിഞ്ഞതോടെ ഖാദർ കരിപ്പൊടി തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കൂട്ടാളികളോടൊപ്പം ഒളിവിൽ പോവുകയായിരുന്നു. വർഷങ്ങളായുള്ള സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിയും അബ്ദുൽ അഹാദും തമ്മിൽ നേരത്തെയും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നതായാണ് വിവരം. കഴിഞ്ഞ ദിവസം ഈ സാമ്പത്തിക വിഷയം സംസാരിച്ച് തീർക്കാനായി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അഹാദിനെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ഖാദറും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് അഹാദിനെ ക്രൂരമായി ആക്രമിച്ചത്. ആളൊഴിഞ്ഞൊരു കോണിൽ വെച്ച് ക്രൂരമായ തെറിവിളികളോടെയാണ് ഇവർ അഹാദിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. നിലത്ത് ഉണ്ടായിരുന്ന കനത്ത ഇന്റർലോക്ക് കട്ടകൾ കൈക്കലാക്കി ഖാദറും സംഘവും അഹാദിന്റെ മുഖത്ത് തലയ്ക്കും ക്രൂരമായി ഇടിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഖാദർ കരിപ്പൊടി തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ പേനാക്കത്തി ഉപയോഗിച്ച് അഹാദിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഖാദറിന്റെയും സംഘത്തിന്റെയും മാരകമായ ആക്രമണത്തിൽ അഹാദിന്റെ മുഖത്തും കണ്ണിനും അതീവ സാരമായ പരിക്കുകളാണ് പറ്റിയിട്ടുള്ളത്. അഹാദിന്റെ കണ്ണിനേറ്റ പരിക്ക് വളരെ ഗുരുതരമാണെന്ന് കാസർഗോഡ് സഹകരണ ആശുപത്രി അധികൃതർ നൽകുന്ന പ്രാഥമിക സൂചനകളുമുണ്ട്. സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിക്ക് പിന്നിൽ വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് കാസർഗോഡ് ടൗൺ പോലീസ് നൽകുന്ന ഞെട്ടിക്കുന്ന വിവരം. കാസർഗോട്ടെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഇയാൾക്കെതിരെ വധശ്രമം, പരസ്യമായ അക്രമം, ഭീഷണിപ്പെടുത്തൽ അടക്കം 10ഓളം മാരകമായ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലുള്ള തന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ച് ഈ വധശ്രമ കേസ് അട്ടിമറിക്കാനും ഒത്തൂക്കി തീർക്കാനും ഖാദറിന്റെ കൂട്ടാളികൾ ഇതിനകം തന്നെ സജീവമായ ശ്രമം തുടങ്ങിയതായും നാട്ടുകാർക്കിടയിൽ പരക്കെ ആക്ഷേപമുണ്ട്. നിലവിൽ ഒളിവിൽ പോയ മുഖ്യപ്രതിയായ ഖാദർ കരിപ്പൊടിക്കും അയാളുടെ കൂട്ടാളികൾക്കുമായി കാസർഗോഡും സമീപ ജില്ലകളിലും പോലീസ് തങ്ങളുടെ തിരച്ചിൽ അതീവ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതികളുടെ സാധ്യതാ ഒളിത്താവളങ്ങളെക്കുറിച്ച് പോലീസിന് കൃത്യമായി ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഒളിവിൽ പോയ പ്രതികളുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും കാസർഗോഡ് ടൗൺ പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഫ്ലുവൻസർ എന്നൊരു ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന ആശങ്കയുണ്ടാകുന്നുണ്ട്. ഖാദർ കരിപ്പൊടിക്കെതിരെ വീണ്ടും വധശ്രമത്തിനുള്ള വകുപ്പുകൾ ചാർത്തി കേസ് വന്നിരിക്കുന്നു. മുൻപും ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള കേസുകളും നിലനിൽക്കുന്നുണ്ട്.